My hands steady, I feel ready, but my legs heavy, I don't get it. How come I haven't hit it already? Still working, I'm still learning, I'm still searching, finally earning something, finally turning something called a profit. അതെ, നിങ്ങളുടെ ലാപ്ടോപ്പ് ഹാങ് ആവുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒപ്റ്റിമൈസ് ചെയ്താലോ? അതിന് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള പണികളൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിന് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചെയ്യാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ടിപ്പുകളൊക്കെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനിൽ വരും. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിക്കോട്ടെ. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ്, ഈ 3 ബട്ടൺ കൂടി ഒരുമിച്ച് അമക്കാം. അപ്പോൾ ടാസ്ക് മാനേജർ ഓപ്പൺ ആയി വരും. ടാസ്ക് മാനേജർ അതിനകത്ത് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റാർട്ടപ്പ് ആപ്സ് അതെടുക്കുക. നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഓണായി വരുന്ന സമയത്ത് ഒരുമിച്ച് ഓണാവുന്ന അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വർക്കാവുന്ന ആപ്ലിക്കേഷൻസാണ് ഇതൊക്കെ. അത് ചില ആപ്ലിക്കേഷൻസൊക്കെ ഇനേബിൾ ആയി വന്നിട്ടുണ്ട്, ചിലർക്ക് ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസൊക്കെ ഇല്ലേ, കോപ്പൈലറ്റൊന്നും നമുക്ക് ഓപ്പൺ ആയി വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്ത് തരാം. അങ്ങനെ ഡിസേബിൾ ചെയ്തിടേണ്ട ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്ത് തരാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓപ്പൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റാമൊന്നും എടുത്ത് പോകുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടപ്പിൽ പോവാം. ശേഷം ഇവിടെ ഡിസ്ക് ക്ലീനപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് സിസ്റ്റമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ഏത് ഡ്രൈവാണ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 ഡ്രൈവാണുള്ളത്, സി ഡ്രൈവും അതുപോലെ ഡി ഡ്രൈവും. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ക്ലിയർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ശേഷം അത് നമുക്ക് കുറച്ച് ഫയൽസ് കാണിച്ചു തരും. ഇതിനകത്തിപ്പോൾ ഡൗൺലോഡ് പ്രോഗ്രാംസ് ഉണ്ട്, ടെമ്പററി ഇൻ്റർനെറ്റ് ഫയൽസ്, അങ്ങനെ ടെമ്പററി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ ടെമ്പററി ഫയൽസ്, റീസൈക്കിൾ ബില്ല് വല്ലതും നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ അത് അൺചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്ത് തരാം. ഡയറക്റ്റ് എക്സ് അങ്ങനെ ഇതെല്ലാം കൂടി ഡെലിവറി ഒപ്റ്റിമൈസേഷൻ അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ സെലക്ട് ചെയ്യുക. തമ്പനെയിൽസ് ഇല്ലേ, തമ്പനെയിൽസ് വേണമെങ്കിൽ അൺചെക്ക് ചെയ്തോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിനകത്ത് കളഞ്ഞാലും നമ്മുടെ സിസ്റ്റം പിന്നെ അത് റീബിൽഡ് ചെയ്യും. അപ്പോൾ അതിന് നല്ലത് അവിടെ കിടക്കുന്നതാണ്. അൺചെക്ക് ചെയ്തിട്ട് ഒരു കാര്യമുണ്ട്, നമുക്കിത് ചെക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ടിക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ്സ് എന്നുള്ള ഓപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അൺചെക്ക് ചെയ്തിട്ടോ. കാരണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വരുന്ന ഫയൽസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിനകത്തായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് നിങ്ങൾ ചെക്ക് ചെയ്തങ്ങായിട്ടും ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ്സ് പോകും. പിന്നെ ഇങ്ങോട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളോടൊരു ഓപ്ഷൻ ചോദിക്കും, ഡിലീറ്റ് ഫയൽസ്, ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡിസ്ക് ക്ലീനപ്പ് കഴിഞ്ഞ് നമ്മുടെ ഡിസ്ക് ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ കുറച്ച് ആവശ്യമില്ലാത്ത ടെമ്പററി ഫയൽസ് കുറച്ച് ഉണ്ടായിരുന്നു, 1.76 ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അതുപോലെ തന്നെ ക്ലീൻ ആയി പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് മെനുവിൽ പോവുക. അതിൽ അഡ്ജസ്റ്റ് എന്ന് ടെസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ്. അപ്പോൾ വരുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ അഡ്ജസ്റ്റ് അപ്പിയറൻസ് അത് സെലക്ട് ചെയ്യുക. പിന്നെ വരുന്നത് ഇതിനകത്ത് അഡ്ജസ്റ്റ് ഫോർ ബെസ്റ്റ് പെർഫോമൻസ് വേണ്ട, അതങ്ങനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വിഷ്വൽ എഫക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഓപ്പണായി വരുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ അതൊക്കെ ഒന്ന് കുറയും, ചിലതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനാണിത്. ഇത് നമ്മുടെ കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റ് ആവും, നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് ഒപ്റ്റിമൈസ് ആയി കിട്ടും. അപ്പോൾ അത്ര സ്ലോ ആണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി ഓക്കെ കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ സ്റ്റാർട്ട് മെനു എടുക്കുക. ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വിൻഡോസ് 10 വരെയുള്ള വെർഷൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് സെർച്ച് ചെയ്യുക. അതല്ല നീ വിൻഡോസ് 11 ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതെടുത്തിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് കാണില്ലേ, ഇതിനകത്ത് നമ്മുടെ ഓപ്ഷൻസ് എടുക്കുക, അഡ്വാൻസ്ഡ് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് പെർമിഷൻ കണ്ട, ഈ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് പെർമിഷനൊക്കെ നമ്മൾ അങ്ങോട്ട് ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നെവർ കൊടുക്കുക, അല്ലെങ്കിൽ പവർ ഒപ്റ്റിമൈസർ കൊടുക്കുക.
നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച്, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഫീഡ്ബാക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, സോ ഞാൻ നെവർ കൊടുത്തു. സോ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യില്ല അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് പെർമിഷനൊക്കെ കിടക്കുന്നില്ലേ, ഈ ആപ്പ് പെർമിഷനൊക്കെ നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് ചെയ്തിട്ടാട്ടോ. ഇപ്പോൾ കാൽക്കുലേറ്ററിന് ക്യാമറ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ നിങ്ങൾ ഓരോ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ട പെർമിഷൻസ് മാത്രം കൊടുക്കുക, അതിന് വേണ്ടാത്ത പെർമിഷനൊക്കെ കൂടെ ഓഫ് ചെയ്തിട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പ്രൈവസി കൂടി കിട്ടും. അപ്പോൾ ഇതിനകത്ത് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നോക്കാം. അടുത്തത് നിങ്ങൾ ചെയ്യണ കാര്യമാണ്, എന്നാൽ ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഓക്കെ, സെർച്ച് ചെയ്യുക അൺഇൻസ്റ്റാൾ എ പ്രോഗ്രാം. ഇപ്പോൾ ഇൻസ്റ്റാൾ എ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പലതും പലതിലേക്കുള്ള വരാം. ഇപ്പോൾ ഇതിനകത്ത് കൺട്രോൾ പാനെന്ന് മാത്രമേ വന്നുള്ളൂ. അപ്പോൾ അത് സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് അൺഇൻസ്റ്റാൾ പ്രോഗ്രാം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്പ് കമ്പ്യൂട്ടറിലാണെങ്കിലും കൺട്രോൾ പാനൽ എടുക്കുക, കൺട്രോൾ പാനലിനകത്ത് അൺഇൻസ്റ്റാൾ പ്രോഗ്രാം എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആപ്ലിക്കേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ആപ്ലിക്കേഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഇൻസ്റ്റാൾ ഓപ്ഷൻ കൊടുക്കുക. എൻ്റെ ഞാൻ ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ആവശ്യമില്ലാത്ത കാണുകയാണെന്നുണ്ടെങ്കിൽ വല്ല പ്ലോട്ട്വെയറോ അങ്ങനെ വല്ലതും കാണുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പോൾ ഒന്ന് കൂടി ഫ്രീ ആവുകയും ചെയ്യാമല്ലേ, റാമും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ഏറ്റവും ലാസ്റ്റത്തെ അല്ലെങ്കിൽ 5ാമത്തെ ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു ഇതെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമായിരിക്കുള്ളൂ, എന്നാലും ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കൂടെ ആഡ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് കുറേ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിച്ച് കളയാൻ. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ ക്യാമറ ക്വാളിറ്റി കുറവായിരിക്കും, ഓഡിയോ ക്വാളിറ്റി കുറവായിരിക്കും, ഒക്കെ ക്ഷമിച്ച് കളയാം. ഞാൻ എന്തെല്ലാം ഇനി വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കാം. ഇത് ഞാൻ ഇപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായ കുറച്ച് ശോകങ്ങളൊക്കെ ഉണ്ടാവും. പിന്നത്തെ കാര്യം വെച്ചാൽ ഇതിനകത്ത് ഏതെങ്കിലും ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷനിലെത്തും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏതെങ്കിലും ടിപ്പുകൾ അറിയാമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് തരാണെങ്കിൽ അത് കാണുന്നവർക്ക് ഉപകാരപ്പെടും, എനിക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. സീ ഗൈസ്.